നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം നന്ദിനി പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ മാഷിന് വല്ലാത്തൊരു പെരുപ്പായിപ്പോയി. മാഷ് അങ്ങോട്ട് പാഞ്ഞെടുക്കണം. നന്ദിനി അടുത്തുനിന്നിട്ട് ചോദിച്ചു, നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിയോട് ഞെട്ടലോടുകൂടി മാഷിനെ നോക്കുകയാണ്. പിന്നീട് മാഷ് പറഞ്ഞു, നിന്റെ കർണ അടിച്ചൊന്ന് പൊട്ടിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല എനിക്ക്, പക്ഷേങ്കിൽ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ തല്ലി എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട്. ഇപ്പം നിന്റെ സ്ഥാനത്ത് വിനായകനായിരുന്നേ ഉണ്ടല്ലോ, എപ്പം കർണം തീർത്ത് അവനിട്ടൊന്ന് കൊടുത്തെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ മാഷ് പറയണം. അത് കേട്ടപ്പം നന്ദിനി ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും വിനായകൻ എന്നിട്ട് നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കണം എന്നും പറഞ്ഞോണ്ട് നന്ദിനിയെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു വേണ്ട എന്ന് പറയണം. അല്ലെങ്കിൽ ഇവളുടെ നാവിൽ നിന്ന് ഇന്ന് വരെ ഒരു നല്ല കാര്യം വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിൽക്കാനാ ശ്രമിക്കേണ്ടത്. അതിന് പകരം അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് വരെ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ നന്ദിനി? നീ കുറ്റപ്പെടുത്താൻ അല്ലാതെ നിന്റെ നാവ് കുന്നായ്മത്തേരും കുശുമ്പും അല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നന്ദിനി ഒന്നും മിണ്ടാ നിൽക്കണം. അപ്പോഴേക്കും കമലയ്ക്ക് ദേഷ്യം വന്നു. കമല പറഞ്ഞു, എടി നീ നിന്റെ ഭർത്താവ് നല്ലതായിരുന്നെങ്കിൽ എമ്പണ്ട് ഈ ക്യാഷ് അടയ്ക്കായിരുന്നു. അന്ന് ആ കുറിച്ചിട്ട് കൂടിയ സമയത്ത് ആ പൈസ അടയ്ക്കാൻ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടുന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങേണ്ടത്. ഞാനും മാഷും മാത്രമല്ല, അറിയാലോ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാ. മാഷ് നീ നിന്റെ ഭർത്താവൊക്കെ എന്താ എണ്ണിച്ചുട്ട അപ്പം പോലെ എന്തെങ്കിലും തരും, അതിന് 100 കൂട്ടം കണക്കും പറയും, എന്നിട്ടാണ്ടി നിന്ന് വാചകം അടിക്കണേന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് എന്ത് മറുപടി പറയണം നടത്തില്ലായിരുന്നു നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറി പാടിയെന്ന് പറഞ്ഞാൽ നന്ദിനിയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം. നിനക്കിട്ട് ഞാൻ തരുന്നുണ്ടെന്നുള്ള രീതിയിൽ. ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയെ പോയി മാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കമലൊന്ന് പൊട്ടിക്കരയാണ്. ആ കാഴ്ച കണ്ടപ്പം ശ്രീജയ്ക്കും വിശ്വത്തിനും സഹിക്കാൻ പറ്റിയില്ല. ശ്രീജ വന്നിട്ട് പറഞ്ഞു, അച്ഛാ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം എന്തേലും ഒരു വഴി ഉണ്ടാവുമെന്ന്. അപ്പോഴേക്കും കമല പറഞ്ഞു, എന്ത് വഴിയാ ഇനിയിപ്പോൾ എന്ത് വഴിയാ ഉള്ളത്? ഒരു വശത്ത് വിക്രത്തിനെ കാണാനില്ല, എവിടെ പോയി എന്ത് പോയെന്ന് അറിയത്തില്ല, എങ്ങനെ പോയെന്നും അറിയത്തില്ല. അപ്പോഴാണ് ഇത് ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ജപ്തി ഉണ്ടാവും, പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും, നാണക്കേട് അതൊരു വശം. അതിനേക്കാൾ ഇവർ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. കാര്യം പറഞ്ഞാൽ കടാമുട്ടന്മാരായ 3 ആൺമക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു മാഷിന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് വിനായകൻ നന്ദിനിയെ വിളിച്ചിട്ട് അകത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ വിനയേട്ടാ, ഞാൻ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. എടി നിനക്ക് തലയ്ക്കകത്ത് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ? നീ എന്താ വിളിച്ചു പറഞ്ഞ, നിനക്ക് വല്ലതും അറിയാവുന്ന ചോദിക്കണം. അതെ, അച്ഛൻ്റെ സുഖത്തിന് വേണ്ടി മേടിച്ച പൈസയല്ലോ മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ പൈസ ബാങ്കിൽ അടയ്ക്കാന്ന്. അപ്പം നീയാണ് സമ്മതിക്കായിരുന്നേ, എന്നിട്ട് ഇപ്പം കണ്ടില്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, അല്ലേലോ എനിക്കറിയാം വിനയേട്ടനൊരു പൊട്ടനാന്ന്. എൻ്റെ വിനയേട്ട ആ പൈസ മൊത്തം കൊണ്ട് അടച്ചായിരുന്നെങ്കിലോ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തേലും ബാങ്ക് ബാലൻസ് കാണുമായിരുന്നോ? ഇല്ലല്ലോ, നമുക്കൊരു വീടൊക്കെ വെക്കണ്ടെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞോണ്ട്. എടി എൻ്റെ അച്ഛൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാ ഇപ്പോഴും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിനക്കറിയാലോ നമ്മൾ എന്തേലും ഇച്ചിരി നക്കാപ്പിച്ച പൈസയെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അതിന് 100 കണക്കും പറയും. മേലാൽ ഇനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു വന്നാണ്ടല്ലോ, സമയ സന്ദർഭം ഒന്നും നോക്കാതെ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അപ്പോഴാണ് അവളുടെ ഒരു വർത്താനം. ഒറ്റവണ്ണം കൂടെ വെച്ചാന്നുണ്ടല്ലോ അവിടെ വെച്ച് തരണ്ടായിരുന്നു. അച്ഛനൊക്കെ സമ്മതിക്കാത്തതുകൊണ്ടാന്ന് പറയണം. ഈ സമയത്ത് നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ മാറി നിൽക്കുകയാണ്. പിന്നീട് ഈ സമയം വേദയും വിക്രവും കൂടെ കാട്ടുകൂടെ അങ്ങ് നടന്നു പോകണം. കാരണം ഗുണ്ടാഭിലാഷും കൂട്ടി ഇവിടെ എവിടെയുണ്ട്, അവരുടെ കണ്ണിപ്പെടാതെ വേണം പോകാനായിട്ട്. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണം വേദ ആ കാഴ്ച കാണുന്നത്. തെങ്ങ് നോക്ക് വിക്രു എന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു മരത്തെ ചുറ്റി കുറേ തുണികൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അത്തേ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ചോട്ടിൽ ഒരു ശൂലമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ കാട്ടിൽ അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ഈ പിന്നെ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലപ്പം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഒരു പക്ഷേങ്കിൽ ഇതും അങ്ങനെ ആയിരിക്കാം. ഇവിടെ വെച്ച് ആരെല്ലാം ആരാധിക്കുന്നുണ്ടായിരിക്കും. ശൂലം കണ്ടിട്ടുണ്ട്. അപ്പം ശൂലം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വേദ അവിടെ വന്നു. വേദ നിന്നിട്ട് പറഞ്ഞു, വിക്രം നമുക്കൊന്ന് ഇവിടെ അർച്ചന നടത്തിയാലോ എന്ന് ചോദിക്കണം. അർച്ചനയോ? അതെ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ അർച്ചനയൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നേ എന്ന് പറയണം. ആൾക്കാർ ചിലപ്പോൾ ഇടയ്ക്ക് കാട് കയറുന്നവരൊക്കെ ഇവിടെ ചിലപ്പോൾ വന്ന് വല്ല പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം. ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം.
ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒരർച്ചന നടത്തിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, നിനക്കെന്താ സാമാന്യ ബോധമില്ലെന്ന് ചോദിക്കുക. അതെന്താ? അതെ, ഇവിടെ മരം ചുറ്റി നടക്കാനും അല്ലെങ്കിൽ ഹണിമൂൺ ആഘോഷിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ആഹാ അത് ശരിയാണല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം ഓർത്തെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലോർത്ത് തന്നെ വിക്രൂപ്പ് പറഞ്ഞെന്ന് പറയണേ. എന്ത്? അല്ല, ഹണിമൂണിനെ കുറിച്ച് ഈ കാട്ടിലെ ഇത്ര നല്ലൊരു സ്പേസ് ഇനി നമുക്കിവിടെ കിട്ടാനില്ലെന്ന് പറയണം. നമ്മൾ എത്ര വലിയ കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ജീവിതത്തിൽ കിട്ടുമോ, ഇങ്ങനൊരു അവസരം കിട്ടുമോ എന്ന് ചോദിക്കുക. ഹണിമൂണ് വിക്രം ഓർപ്പിച്ച് നന്നായെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും വിക്രം വേദ ഇങ്ങ് നോക്കുകയാണ്. ഈ സമയത്ത് വേദ പറഞ്ഞു, എന്താ വിക്രു, ഞാൻ പറഞ്ഞ് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വിക്രത്തിൻ്റെ മുഖത്ത് എന്നാണോ ഒക്കെ വേദ ശ്രദ്ധിച്ചു. പിന്നീട് വേദ പറഞ്ഞു, ഓ വിക്രത്തിന് പിന്നെ നാം പറഞ്ഞിട്ടുള്ള അല്ല കാര്യമല്ലോ എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഓ വിക്രത്തിന് ചതുർത്ഥിയാണല്ലോ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ അടുപ്പിക്കത്തില്ലോ എന്ന് പറയണം. ഇത് കേട്ടം വിക്രം പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം. പിന്നെ അങ്ങനെയൊന്നും ഇല്ല പോലും എന്ന് പറയണം. ഈ സമയത്ത് വിക്രം പറഞ്ഞു, അതെ ഇവിടെ മരം ചുറ്റിക്കൊണ്ട് എന്നിട്ടുണ്ടെങ്കിലേ മിക്കവാറും ഇപ്പം തന്നെ ആ വാസവൻ്റെ ഗുണ്ടകൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, പിന്നെ ഏത് ഗുണ്ട വന്നാലും എനിക്കൊരു പേടിയില്ലെന്ന് പറയാം. അതെന്താ? എൻ്റെ കൂടെ വിക്രം അല്ലേ ഉള്ള, പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേന്ന് പറയണം. ഇത്തിരി പോലും പേടിയില്ല, ഒരു പേടിയില്ലെന്ന് പറഞ്ഞ് വേദ എന്ത് ചെയ്യണം, വിക്രത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടല്ലോ, എനിക്ക് വിക്രം ഉണ്ടെന്നുള്ള ധൈര്യം മാത്രം മതി, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. പിന്നീട് വിക്രം വേദയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം വിക്രത്തിന് മനസ്സിലായി ഇവള് തൻ്റെ പെണ്ണാണ്, ഇവളില്ലാതെ തനിക്കൊരു ജീവിതം ഇല്ല എന്നുള്ള കാര്യം. ഈ 2 ദിവസം കാട്ടിനുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ കൂടുതൽ അടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വേദയോട് പറഞ്ഞു, വാ ഇനി ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിലേ പുറത്ത് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് നന്ദിനിയുടെ ഫോണിലേക്ക് വർഷ വിളിക്കുവാണ്. വർഷ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി കോളെടുത്ത് ചോദിച്ചു, എന്താ വർഷേച്ചെന്ന് ചോദിക്കാം. അതെ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയും. അപ്പോഴേക്കും നന്ദിനിക്ക് മനസ്സിലായി പത്മയും അതുപോലെ തന്നെ സാവിത്രിയമ്മയും അവിടെ ചെന്നിട്ടുണ്ടെന്ന്. പിന്നീട് ചോദിച്ചു, അല്ല വേദ എവിടേക്ക് വന്നില്ലേ നന്ദിനി എന്ന് ചോദിക്കാം. ഇത് കേൾക്കേണ്ട താമസം നന്ദിനി പിന്നെ വള്ളി പുള്ളി വിടാതെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണം. വേദ മാത്രമല്ല വിക്രം ഇവിടെ ഇല്ല, വേദ കോടതി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഒരു ദിവസം വിക്രം ഉണ്ടായിരുന്നു, പിന്നെ വിക്രത്തിനെ കാണാതെ പോയെന്ന് പറയണം. എവിടെ പോയി എങ്ങനെ പോയെന്നൊന്നും ആർക്കും അറിയില്ല എന്ന് പറയണം. എനിക്ക് തോന്നേ മിക്കവാറും ആ വാസവന്റെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയി കാണും. വേദയും വിക്രത്തിനെയും പിടിച്ചോണ്ട് പോയാനാ ചാൻസ് കൂടുതൽ. പക്ഷെ ഇവിടെ ബാക്കി എല്ലാവരും പറയണേ വേദയും വിക്രം കൂടെ ഒരുമിച്ച് എങ്ങോട്ടോ പോയതാന്നാ. ഇത് കേട്ടപ്പം വർഷ ചോദിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ഇതിലായിട്ടും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഒന്നെങ്കിൽ വിക്രം വേദ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ, എന്താണെന്നറിയില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരവസരമാണ് കിട്ടിയിരിക്കുന്നത്, അത് മാക്സിമം വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് എന്ത് ചെയ്യണം? വർഷ നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയണം. ശ്രീകാന്ത് ഇതുപോലെയാണ് കാര്യങ്ങൾ നന്ദിനി പറഞ്ഞാന്ന് പറയണം. ആഹാ, അങ്ങനെയാണ്, നമുക്ക് അച്ഛനോട് തന്നെ പറയാം, നമുക്ക് അവനെതിരെ ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാം. വിക്രത്തിനെതിരെ വേദയെ കൊണ്ടുപോയി അപായപ്പെടുത്തിയിട്ട് അവൻ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുവാന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയണം. ഈ സമയത്ത് വർഷ പറഞ്ഞു, അച്ഛനോട് പറയാതൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് പോയി സംസാരിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ശങ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ശങ്കരൻ ചോദിച്ചു, എന്താടാ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പത്മയും സാവിത്രിയമ്മയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യമുണ്ടെന്ന് പറയണേ. എന്ത്? വേദ ഇവിടുന്ന് വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്ന് പറയണം. വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്നോ? നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിക്കും. ഇതേ സത്യമായിട്ടുള്ള കാര്യം പറയണേ, വീട്ടിലേക്ക് ചെന്നില്ലെന്ന്. അല്ലെങ്കിൽ അമ്മയോടും മുത്തശ്ശിയോടും ചോദിച്ചു നോക്ക്. വേദ മാത്രമല്ല അവിടെ ഇല്ലാത്ത, വിക്രം അവിടെ ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരൻ പത്മയോട് ചോദിച്ചു, സത്യമാണോ പത്മയെന്ന് ചോദിക്കണം. പിന്നീട് പത്മ നടന്ന കാര്യങ്ങളൊക്കെ പറയണം, ഇവിടുന്ന് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് എന്നൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൻ്റെ മോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെ ചിന്തിക്കണം. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഇത് അവൻ്റെ പരിപാടിയാ, ആ വിക്രത്തിൻ്റെ. അവൻ മിക്കവാറും വേദ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നണമെന്ന് പറയാം. ഇത് വെറുതെ വിടാൻ പാടില്ലച്ചാ, എത്രയും പെട്ടെന്ന് പോലീസ് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയണം. ആ സമയം സാവിത്രിയമ്മ പറഞ്ഞു, ശങ്കര കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റട്ടെ, ഇന്നൊരു ദിവസം കൂടെ നോക്കാം, ഒരു പക്ഷെ അവർ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കണം. ശങ്കരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയേണ്ടല്ലേ, പക്ഷെ അവരെക്കുറിച്ചൊരു വിവരം ഇല്ലോ അമ്മയെന്ന് പറയണം. എടുത്തിയാടി നമ്മൾ തീരുമാനം എടുക്കണ്ട, അവനെതിരെ കൊണ്ട് കേസൊന്നും കൊടുക്കണ്ടെന്ന് പറയണം. നോക്കട്ടെ, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ശങ്കരൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം എന്ന് പറയണം. എന്നും പറഞ്ഞ് ശങ്കരൻ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് വേദയും വിക്രവും കൂടെ കാട്ടിക്കൂടെ പോവാണ്.
കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേണം പെട്ടെന്ന് വേദ ആ കാഴ്ച കാണുന്നത്. ഗുണ്ടകൾ പുറകെ വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വിക്രം വേദയുടെ കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ടേക്ക് മാറി നിന്നോളാൻ പറയാണ്. വേദ അങ്ങോട്ട് മാറ്റി നിർത്തി. ആ സമയത്ത് രണ്ട് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവാണ്. അവർ വിക്രത്തിനെ നേരിടുവാണ്. ഈ സമയത്ത് വിക്രവും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവിടെ കിടന്നൊരു മൽപ്പിടുത്തം തന്നെ നടക്കുവാണ്. അവസാനം അവന്മാരെ രണ്ടുപേരെയും കൂടെ പിടിച്ച് വലിച്ചു കീറുന്നുണ്ട്. ആ സമയത്താണ് വേദ ആ കാഴ്ച കാണുന്നത്. തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരുത്തനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലമുറയിട്ട് കരയുവാണ്. വിക്രം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ അടുത്തേക്ക് ഒരുത്തൻ പാഞ്ഞെടുക്കുകയാണ്. പിന്നെ വിക്രം ഒന്നും നോക്കിയില്ല. ഒറ്റ ചാട്ടത്തിന് എന്ത് ചെയ്യുവാണ്, അവൻ്റെ പുറം തീർത്ത് ഒറ്റ എണ്ണം കൂടെ കൊടുക്കുകയാണ്. ഈ സമയം ഒരുത്തൻ്റെ കയ്യിലൊരു വടിവാളുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് വിക്രം അവനെ കൈകാര്യം ചെയ്യണം. വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം വേദ ഇല്ലാതാക്കാനായിട്ട് പാഞ്ഞു വന്നാണ്. കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേദയ്ക്കാണ് കണ്ണുകളെ പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു നിമിഷം ഒന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ തൻ്റെ ജീവൻ ഇപ്പോൾ തീർന്നതെന്ന് വേദയ്ക്ക് മനസ്സിലായി. കൃത്യസമയത്ത് തന്നെ വിക്രം എത്തിയില്ലായിരുന്നെങ്കിൽ വേദ എന്ന് വിറയ്ക്കുവാണ്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ കൺമുന്നിൽ കാണുന്ന രംഗങ്ങളൊക്കെ അത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില്ല. കാടിനുള്ളിലാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും പുറലോകം അറിയില്ല. വിക്രം തന്നെയുള്ളൂ ആ ഗുണ്ടകളുടെ മുന്നിൽ. അവസാനം വിക്രം അവന്മാരെയൊക്കെ പഞ്ഞിക്കിട്ട് വേദയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേദയും കൊണ്ട് അവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.